അപ്പൊ ഇന്നെന്റെ കസിൻ എനിക്ക് എംബ്രോയിഡറി നിന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ തന്നായിരുന്നു. അതെല്ലാം എനിക്ക് വീട്ടിലേക്കും ഞാൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊരു പെർഫ്യൂം ഒക്കെ തന്നായിരുന്നേ. ഇത് കണ്ടോ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഞാൻ ആദ്യം ഇത് എന്താണെന്ന് വിചാരിച്ചൊക്കെ നോക്കിയപ്പോഴേക്കും നമുക്ക് നല്ലൊരു പെർഫ്യൂം ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഈ പെർഫ്യൂമിനേലും കൂടുതൽ ഇഷ്ടം ഇത് കണ്ടോ, നമ്മൾ ഈ പേനയും ഒക്കെ നമ്മൾ മേടിക്കൂലേ, പേനയും പെൻസിലും ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ മേടിക്കണ പോലെ. ഇത് നോക്കിയേ, ഇങ്ങനെ നീളത്തില് നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു പെർഫ്യൂമാണ് കിട്ടിയത്. ഇതിന്റെ സ്മെല്ല് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാല് കിടുവായിരിക്കും. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വാവ് ഇതെവിടെ നിന്നാണ് ഈ സ്മെല്ല് അങ്ങനെ വിചാരിക്കും. നമ്മൾ ഒരു അടിപൊളി സ്മെല്ലാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാല് നമ്മുടെ ബോഡി വാഷാണ് ഡവിന്റെ. അപ്പൊ ഈ ബോഡി വാഷ് ഒക്കെ കിട്ടി. ഡവിന്റെ ബോഡി വാഷിന് ഒരു പ്രത്യേക സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ബോഡി വാഷ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് നമുക്ക് 2 സോപ്പ് തന്നിട്ടുണ്ട്. ഈ സോപ്പ് എന്ന് വെച്ചാല് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ നമ്മളിങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ കടിച്ചിരുന്നൂല്ലേ മറ്റേ കേക്കിനും ഒക്കെ വേണ്ടി മേടിക്കണ അതേപോലത്തെ ഒരു ബാറാണ്. ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ഇങ്ങനെ മത്ത് പിടിപ്പിക്കണ പോലത്തെ സ്മെല്ലൊന്നും അല്ല, നല്ല ലൈറ്റ് ആയിട്ടുള്ള നല്ല സ്മെല്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഇതൊരു കാരണവശാലും നമുക്ക് കുളിക്കാൻ എടുക്കേണ്ട കാര്യം, നമ്മൾ പതപ്പിച്ചൊക്കെ മക്കളല്ലേ തീർത്ത് കളയും. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് പകുതി മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖമൊക്കെ മാത്രം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞ് നമ്മുടെ മേത്തൊക്കെ തേക്കാണ്ട് നമുക്ക് ലെഗ്സ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഈ ബോഡി വാഷ് ഒക്കെ മതി. അടിപൊളി, തിന്നാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, രണ്ടും 2 സ്മെല്ലാണ്. ഇത് ഇത്തിരി ക്രീമി ആയിട്ടുള്ള ഒരു കളറാണ്, മറ്റേത് പ്യുവർ വൈറ്റ് ആണ്. നല്ല അടിപൊളി, നല്ലൊരു ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് കഴിക്കായിരുന്നു. പിന്നെന്ന് വെച്ചാല് നമുക്കൊരു ഷാമ്പു ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതായത് ഇന്നലെ നമുക്ക് ഷാമ്പു ഒക്കെ തീർന്നിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞു മോനെ പോയി ഒരു 5 രൂപയുടെ ഷാമ്പു വിത്ത് കണ്ടീഷണർ മേടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓർക്കാപ്പുറത്ത് കയറി വന്നതാണ്. അപ്പൊ നല്ലൊരു ഷാമ്പുവും കിട്ടി. അടിപൊളി, ഭയങ്കര ഇങ്ങനെ കത്തി ജ്വലിക്കണ സ്മെല്ലൊന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്, കിട്ടും. പിന്നെന്ന് വെച്ചാല് ഇതില്ലാത്തൊരു ജീവിതമില്ല നമുക്ക്. ശരിക്കും SPF ആണ് 50+ ആണ് പറയണത്. നമുക്കിങ്ങനെ സൺസ്ക്രീൻ ഇല്ലാതെ ഇപ്പൊ നമുക്ക് പുറത്ത് പോവാനേ പറ്റത്തില്ല, കാര്യം അത്രയും നമുക്ക് ഡെയിലി യൂസിന് വേണ്ടതാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ കിട്ടിയേക്കണത്. പിന്നെന്ന് വെച്ചാല് നമുക്ക് മേക്കപ്പ് ഒക്കെ ലൈറ്റ് ആയിട്ട് BB ക്രീമാണ്. അപ്പോൾ BB ക്രീം നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറത്തു പോകുമ്പോഴേക്കും നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ലൈറ്റ് ആയിട്ടൊക്കെ ഇടാം. മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും മുഖം നല്ല ഗ്ലോ ആയിട്ട് നിൽക്കും. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെന്ന് വെച്ചാല് നമുക്ക് ഇതാണല്ലോ നമുക്ക് ഫേവറേറ്റ് ചോക്ലേറ്റ്. അപ്പൊ ഞാൻ ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല, പിള്ളേരിങ്ങനെ പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ മോനെ നിൽക്ക അമ്മ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും മുട്ടൻ ചോക്ലേറ്റ് ഫാനാണ്. പിന്നെന്ന് വെച്ചാല് ഇതെന്റെ ഫേവറേറ്റ് ആണ്. മുമ്പ് ചേട്ടായി സൗദിയിലായിരുന്നപ്പോഴേക്കും കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് കോക്കനട്ടിന്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ വേറൊരു ചോക്ലേറ്റ് കൂടെ ഉണ്ട് കോക്കനട്ടിന്റെ ചെറുത്, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും. പിന്നെന്ന് വെച്ചാല് സ്നിക്കേഴ്സ്. ഞാൻ സ്നിക്കേഴ്സിന്റെ ഒരു ഫാൻ അല്ല, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെന്ന് വെച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കോഫി. എനിക്ക് കട്ടൻ ചായ കുടിക്കണേലും ഇഷ്ടമാണ് കോഫി. അപ്പൊ നമ്മൾ കോഫി പൗഡറൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് തീർന്നിരിക്കണേയിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് കോഫിയൊക്കെ കുടിക്കും. പിന്നെന്ന് വെച്ചാല് ഇന്ന് ബിഗ് ബോസിന്റെ ഫിനാലെ നടക്കണേണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ രാത്രി ഒരു 9-10 മണി വരെയൊക്കെ ഫിനാലെ കാണുമ്പോൾ ആര് ജയിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ സ്വാഭാവികമായിട്ട് വരുമല്ലോ.
അപ്പൊ നമ്മൾ ഈ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറക്കും. അപ്പോ എനിക്കിത് തന്ന എന്റെ കസിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ കുറെ ഫ്രണ്ട്സും കസിൻസ് ഒക്കെ പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇതേപോലെയൊക്കെ തരുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടും. അപ്പൊ എല്ലാവരും അങ്ങനെയൊന്നുമില്ല കേട്ടാ, ആരും ഒന്നും തന്നില്ലേലും എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മുടെ കസിൻസ് ഒക്കെ നമ്മളങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യണ തന്നെ വലിയ സന്തോഷം, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണേലും. അപ്പൊ ഓക്കെ, ബൈ.